ചോദ്യം ശ്രദ്ധിക്കുക. ഇതൊരു പാറ്റേൺ ആണ്. 1 കൂട്ടണം 3 സമം 4, 1 കൂട്ടണം 3 കൂട്ടണം 5 സമം 9. ഇങ്ങനെ തുടർന്ന് 9ാമത്തെ വരിയിൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എല്ലാം തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ്. 1ാമത്തെ വരിയിൽ 2 സംഖ്യകളുണ്ട്, 2ാമത്തെ വരിയിൽ 3 സംഖ്യകളുടെ തുക. ഈ ക്രമത്തിൽ തുടരും. തുകയായ സംഖ്യ നോക്കൂ. 4, 9, 16, 25, 36 അങ്ങനെ. ആദ്യം 4, അത് 2 ഗുണിക്കണം 2 ആണല്ലോ. തുടർന്ന് 3 ഗുണിക്കണം 3. തുടർന്ന് അതേ പ്രത്യേകത നമുക്ക് ഓരോ പാറ്റേണിലും കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ തുടർച്ചയായി നമ്മൾ എഴുതി വരുന്ന സംഖ്യകളിൽ അതിൻ്റെ തുകയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. 9ാമത്തെ വരിയിൽ 10 ഒറ്റ സംഖ്യകളുണ്ട്. അവയുടെ തുകയോ 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം അങ്ങനെ 19 വരെയുള്ള സംഖ്യകൾ. ഇവയെ നമ്മൾ ജോഡികളാക്കുകയാണെങ്കിൽ 1ഉം 19ഉം ഒരു ജോഡി. ഈ രീതിയിൽ 3, 17, 5, 15 ഇവ ആകെ എടുത്തു കഴിഞ്ഞാൽ 5 20കൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് 5 20കളുടെ തുക, അതായത് 100 എന്ന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതിന് മറ്റൊരു എളുപ്പ വഴിയാണ് 10 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എത്ര എണ്ണമുണ്ടോ ആ എണ്ണത്തെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. അതായത് തുടർച്ചയായ 10 ഒറ്റ സംഖ്യകളുടെ തുക 10 ഗുണിക്കണം 10 100 എന്നായിരിക്കും. ഇവിടെ ഉത്തരം നമുക്ക് 100 എന്ന് കിട്ടുന്നു.